നമസ്കാരം. പൂരി മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണത്. ഉരുളക്കിഴങ്ങ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണെന്ന് ഒന്ന് ഉണ്ടാക്കി നോക്കാം. പൂരി മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇത് കഴുകി വൃത്തിയാക്കിയതാണ്. ഇതിനെ ഇനി ഒന്ന് നല്ലതായിട്ട് വേകുന്നതിന് വേണ്ടിയിട്ട് നടുവേ ഒന്ന് മുറിച്ച് കുക്കറിലിട്ട് 3 വിസിൽ അടുപ്പിച്ചെടുക്കുകയാണ്. 1 വിസിൽ വലുതും 2 വിസിൽ ചെറുതും. ഈ പൂരി മസാല കറിയെ ചപ്പാത്തിയുടെ കൂടെയും സെർവ് ചെയ്യാവുന്നതാണ്. ചപ്പാത്തിക്ക് ഒരു നല്ല കറിയാണ് ഇത്. ഉരുളക്കിഴങ്ങ് വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞ് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കാം. മാഷ് ചെയ്യുമ്പോൾ മുഴുവനായിട്ട് ഉടഞ്ഞൊന്നും പോകണ്ട. സ്വല്പം കഷ്ണം അവിടെ ഇവിടെയൊക്കെ കിടക്കണം. എന്നാലും ഒന്ന് മാഷ് ചെയ്ത് എടുക്കാം. ഇനി ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കുന്നതിന് കടുക് താളിക്കുന്നതിനായിട്ട് 1 തക്കാളിക്ക് ചോപ്പ് ചെയ്തിട്ടുണ്ട്. 2 സവോള ഉള്ളി ചോപ്പ് ചെയ്തതാണ്. ഇനി 1 കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തെടുക്കണം. 3-4 പച്ചമുളകും കൂടെ ഇതിനോട് ചേർക്കണം. 2-3 തണ്ട് കരിയാപ്പിലയും എടുത്തിട്ടുണ്ട്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ഇനി വെളിച്ചെണ്ണ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഓയിൽ ഒഴിച്ചാലും മതി. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ്. എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് സ്വല്പം ഒരു ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, 1 ടീസ്പൂൺ കടലപ്പരിപ്പ്, 1 ടീസ്പൂൺ ജീരകം, 1 നുള്ള് കായപ്പൊടി. ഇതിലേക്ക് ഇഞ്ചി ചോപ്പ് ചെയ്തത്, പച്ചമുളക് ചോപ്പ് ചെയ്തത്, ഒരു 2-3 തണ്ട് കരിയാപ്പില. ഇനി ഇതിലേക്ക് 2 സവോള ഉള്ളി സ്ലൈസ് ചെയ്തത് ഇടുന്നു. ഒരു തക്കാളി ചോപ്പ് ചെയ്തത്, ഇതിനെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അടച്ചു വെച്ച് വഴറ്റിയെടുക്കാം. നല്ലൊന്ന് വേഗത്തുള്ളൂ. സ്വല്പം ഉപ്പും കൂടി ഇട്ടാൽ എളുപ്പം വഴന്ന് കിട്ടും. കുറച്ച് ഉപ്പും കൂടി ഇടുന്നു. പച്ചമുളക് ഇടുമ്പോൾ നല്ല എരിവുള്ള മുളകായിരിക്കണം. പിന്നെ അവനവൻ്റെ ആവശ്യത്തിന് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പച്ചമുളക് ഇട്ടാലേ എരിവ് കിട്ടത്തുള്ളൂ കറിക്ക്. ഇനി 1 ടേബിൾ സ്പൂൺ കടലപ്പൊടി എടുക്കുക. ബേസൺ എടുക്കുക. അതിനെ ഒരു പാത്രത്തിലെടുത്ത് നല്ലപോലെ പേസ്റ്റാക്കുക. വെള്ളം ഒഴിച്ച് കട്ടയൊക്കെ ഉടച്ച് നല്ലതുപോലെ ഇതുപോലെ കലക്കിയെടുക്കുക. ഇങ്ങനെ വഴറ്റുമ്പം ഇതിൽ ക്യാരറ്റ് ചോപ്പ് ചെയ്തത്, മട്ടർ ഒക്കെ ഇടാം. പച്ചമട്ടറാണ് ഏറ്റവും നല്ലത്. ഫ്രീസ് ചെയ്യാത്ത പച്ചമട്ടർ ഒക്കെ ഇടാവുന്നതാണ്. ഉരുളക്കിഴങ്ങ് മാഷ് ചെയ്തതാണിത്. ഞാൻ കൈകൊണ്ടാണ് മാഷ് ചെയ്തത്. ഇപ്പോൾ ഇത് നന്നായിട്ട് വഴന്ന് കഴിഞ്ഞു. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ. ഇത് ഓപ്ഷണലാണ്. ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി, അല്ലെങ്കിൽ ചേർക്കണ്ട. ഇതിലേക്ക് ബേസൺ കലക്കിയത് ചേർക്കുക. മുക്കാൽ കപ്പ് വെള്ളം കൂടി ഒഴിക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക സിമ്മേൽ.
ഇനി ഇതിലേക്ക് പൊട്ടറ്റോ ചേർക്കാം. കുറച്ചുകൂടി വെള്ളം ഒഴിക്കാം. വെള്ളം തിളപ്പിച്ചായിരിക്കണം, തിളപ്പിച്ചാറിച്ചത് ആയിരിക്കണം, അല്ലെങ്കിൽ കറിക്ക് പച്ചവെള്ളത്തിൻ്റെ ചുവ വരും. ഇപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് മല്ലിയില കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് അടച്ചു വെക്കുക. ഇനി ഇത് ആറുന്നതനുസരിച്ച് സ്വല്പം കൂടിയൊക്കെ കുറുകും. അപ്പോൾ ഇച്ചിരി വെള്ളമയം കൂടുതൽ ചേർക്കുന്നത് നല്ലതാണ്. ഓക്കെ, ഗ്യാസ് ഓഫ് ചെയ്യട്ടെ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഫേസ്ബുക്ക് ചാനൽ കാണുന്നവർ ഫോളോ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു.